നോർക്ക ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് 3 മാസം. പരാതികളുമായി മുംബൈയിലെ നോർക്ക ഓഫീസിലെത്തുന്ന പ്രവാസികൾക്ക് വ്യക്തമായ മറുപടിയും പരിഹാരത്തിനുള്ള സമയപരിധിയും ലഭിക്കാത്തത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. പെൻഷൻ വിതരണം പുനരാരംഭിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ വർഷങ്ങളായി കൃത്യമായി വിഹിതമടച്ച പ്രവാസികൾ നോർക്കയുടെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടലും വ്യക്തമായ വിശദീകരണവും പ്രതീക്ഷിക്കുകയാണെന്ന് പ്രവാസി സമൂഹം. പ്രവാസി സമൂഹത്തിന്റെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായാണ് നോർക്ക ക്ഷേമനിധി രൂപീകരിച്ചത്. എന്നാൽ 3 മാസമായി പെൻഷൻ ലഭിക്കാത്തത് ഗുണഭോക്താക്കളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. 1 വർഷം കിട്ടിക്കൊണ്ടിരുന്നതാണ്, ഇപ്പോഴൊക്കെ മുടങ്ങിയിരിക്കുകയാണ്. മുംബൈയിലെ നോർക്ക ഓഫീസിൽ പരാതികൾ വർദ്ധിക്കുമ്പോഴും ലഭിക്കുന്ന പരാതികൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയല്ലാതെ തനിക്ക് മറ്റൊന്നും ചെയ്യാനാകില്ലെന്നാണ് നോർക്ക ഡെവലപ്മെന്റ് ഓഫീസർ അരുൺ ആർബിയുടെ പ്രതികരണം. ഇത് എന്റെ പോർട്ട്ഫോളിയോയിലുള്ള കാര്യമല്ല, എനിക്കറിയത്തില്ല, അതെങ്ങനെ അറിയാൻ പറ്റും? നിങ്ങൾ ചോദിക്കുന്നത് തന്നെ വേറെ റോങ് പേഴ്സന്റെ അടുത്താണ് ചോദിക്കുന്നത്. നോർക്ക വഴി പ്രവാസി കാർഡുകൾ എടുത്ത ആയിരക്കണക്കിന് മുംബൈ മലയാളികളും ഇതോടെ ആശങ്കയിലാണ്. അദ്ദേഹം പറഞ്ഞത് ഫോർവേഡ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. പെൻഷൻ മുടങ്ങുന്നത് അംഗങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കുമെന്ന് ശശികുമാർ നായർ പറയുന്നു. ഞാൻ തന്നെ എന്റെ 48ാമത്തെ വയസ്സിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഞാൻ 11 വർഷം അടച്ചതിന് ശേഷമാണ് 60ാമത്തെ വയസ്സിൽ എനിക്ക് പെൻഷൻ കിട്ടുന്നത്. ഇപ്പൊ 4 വർഷമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു. പെൻഷൻ വിതരണം ഉടൻ പുനരാരംഭിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇതുവരെ വ്യക്തമായ പരിഹാരമില്ല. അല്ല, പരാതി എനിക്ക് തന്നു പറഞ്ഞിട്ട് എന്റെ സബ്ജക്റ്റ് അല്ലല്ലോ. പെൻഷൻ ചെയ്യുന്ന പ്രവാസി വെൽഫെയർ ബോർഡ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക എൻറ്റിറ്റിയാണ്. അപ്പോൾ അവര് ആയിട്ട് നമുക്ക് ഒരു പെറ്റീഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഗവൺമെന്റിന് ഫോർവേഡ് ചെയ്യും. അപ്പോൾ ഗവൺമെന്റ് അതിന് ആക്ഷൻ എടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നോർക്കയുടെ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയർ പ്ലസ് സംബന്ധിച്ചും വ്യക്തതയില്ലെന്നാണ് പരാതി. ഒരു ഇൻഷുറൻസ് കമ്പനിയായിട്ടാണല്ലോ ടൈപ്പ്. അപ്പോൾ അവരുടെ കുറച്ച് ലിസ്റ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളും ട്രീറ്റ്മെന്റുമാണ് അവർ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ വരാതെ സ്ഥിതിക്കായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത്. പദ്ധതി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ നിലവിലെ സാഹചര്യത്തിൽ എന്തുറപ്പിലാണ് പദ്ധതിയിൽ ചേരേണ്ടതെന്ന ചോദ്യവും ഉയരുന്നു. 5 ലക്ഷം മുതൽ 1 കോടി വരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. നമുക്ക് നോർക്ക ഐഡന്റി കാർഡ് ഉള്ളവർക്ക് അത് ഓൺലൈൻ തന്നെ രജിസ്റ്റർ ചെയ്ത്. വർഷങ്ങളായി മുടങ്ങാതെ വിഹിതമടച്ചവരും ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുന്നവരും നോർക്കയുടെ ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടലും വ്യക്തമായ മറുപടിയും ആവശ്യപ്പെടുകയാണ്. പ്രിംലാൽ, കൈലി ന്യൂസ്, മുംബൈ.